നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. മഹാത്മാവിന്റെ ജന്മദിനത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ലയൺസ് ക്ലബ്ബുകളുടെ കരുത്തുറ്റ കൈത്താങ്ങ. 7ാം റീജിയണിലെ 10ഓളം ക്ലബ്ബുകൾ സംയുക്തമായി മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ സാന്ത്വന പരിപാടികൾ സംഘടിപ്പിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. അന്തേവാസികൾക്ക് ജീവിത വഴിയിൽ കരുത്താകാൻ വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഓണസദ്യ അന്തേവാസികളോടൊപ്പം കഴിച്ച അംഗങ്ങൾ. പദ്ധതി വിശദീകരിച്ച റീജിയൻ ചെയർപേഴ്സൺ ലിജോ ജോർജ് കുട്ടി. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വാപ്പില ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കം. മാർച്ച് 30 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത്താണിയിൽ പൊതു ടോയ്ലറ്റ് യൂസർ ഫീ കളക്ഷനിൽ നഗരസഭയ്ക്ക് മികച്ച നേട്ടം. മന്ത്രി രാജൻ പുരസ്കാരം കൈമാറി. ജില്ലയിൽ 469 വിദ്യാലയങ്ങൾ ഇനി ഹരിത വിദ്യാലയം. കൊലഴി കുറ്റൂർ ഗവൺമെന്റ് ചന്ദ്ര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ ജേതാവുമായ PK പ്രതിഭ ജാഗ്രതാ ജ്യോതി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. പ്രതിജ്ഞയും ഫ്ലാഷ് മോബ് നടന്നു. അഹിംസയുടെ മഹനീയ സന്ദേശവുമായി ഗാന്ധി ജയന്തി. രാജ്യത്തെ ശുചിത്വത്തിൽ നിറയ്ക്കാൻ കേന്ദ്ര സർക്കാർ കർമ്മ പദ്ധതി. സ്വച്ഛ് ഭാരത് മിഷൻ 10 വർഷം പിന്നിടുന്നു. 10,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. രാജ്ഘട്ടിൽ സർവ്വമത പ്രാർത്ഥന. നാടെങ്ങും പരിപാടികൾ. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ കോൺഗ്രസിന് പുതിയ ആസ്ഥാനം. കരുമത്ര മഹാത്മാ സ്ക്വയറിൽ അനുസ്മരണ സമ്മേളനം. കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി ആസ്ഥാനത്ത് അനുസ്മരണവും പുഷ്പാർച്ചനയും. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പസാക്കാൻ വിവിധ സംഘടനകൾ കൈകോർക്കുന്നു. വിവിധ വകുപ്പ് ജീവനക്കാരുടെയും കൂട്ടായ്മ രംഗത്ത്. 2ാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയിലെ മാരാത്തുകുന്ന് മേഖലയിൽ ജനജീവന് ഭീഷണിയായി തെരുവ് നായ്ക്കൂട്ടം. പുറത്തിറങ്ങാൻ കഴിയാതെ ജനങ്ങൾ. വിദ്യാർത്ഥികളെ ഓടിച്ചിട്ട് ആക്രമിച്ച് തെരുവ് നായ്ക്കൾ. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വീണ ന്യൂസിന്. നായ്ക്കൂട്ടാക്രമണം യാഥാർത്ഥ്യമെന്ന ഡിവിഷൻ കൗൺസിലറും നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ OR ഷീല മോഹൻ. നായ് നിർമ്മാർജ്ജനത്തിന് പരിമിതിയുണ്ടെന്നും ഷീല. അക്കാദമിക് രംഗത്ത് പുത്തൻ വികസന കുതിപ്പിന് വടക്കാഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. GST അസിസ്റ്റന്റ് ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സുകൾ ആരംഭിക്കുമെന്ന സേവ്യർ ചിറ്റലപ്പള്ളി MLA. അവലോകന യോഗം നടന്നു. 21.5 ലക്ഷം രൂപ സമഗ്ര ശിക്ഷാ കേരളം സ്കൂളിന് കൈമാറി. 25 കുട്ടികളുള്ള 2 ബാച്ചുകൾ ആരംഭിക്കും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം ചോർന്നൊലിക്കുന്ന സംഭവത്തിൽ നടപടിയുണ്ടാകുമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തെക്കേ ഗോപുരനടയാണ് ചോർന്നൊലിക്കുന്നത്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ളതാണ് തൃശൂരിന്റെ മുഖമായ ഗോപുരം. ശക്തമായ നടപടി ഉറപ്പെന്നും മന്ത്രി. റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നൽകാതെ സോണൽ ഉദ്യോഗസ്ഥർ. കേന്ദ്ര മന്ത്രിസഭയുടെ ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും തൃശൂർ MP.